ഹലോ. ഈ ലിയാഖത്ത് പറഞ്ഞ ആളാ. അതെ. നിങ്ങളെ വീഡിയോസ് ഈ മൊബൈലിൽ കാണലുണ്ട്. ആഹാ. ഞാൻ മലപ്പുറത്തു നിന്നാണ് വിളിക്കണേ. ആ നിങ്ങള് ഈ അള്ളാന്റെ റസൂൽ നിങ്ങൾക്ക് എങ്ങനെയാ ഇപ്പൊ എന്റെ വീഡിയോസ് കിട്ടണത്? നിങ്ങൾ തെരഞ്ഞു പിടിക്കണതാ അതോ തുറക്കുമ്പോ തന്നെ വരിക? അല്ല, അത് നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന ഇടയിൽ നിങ്ങൾ ഒന്ന് രണ്ടിട്ട് കണ്ടു, അങ്ങനെ നോക്കിയത്. അപ്പൊ നിങ്ങളത് ആ മൊത്തത്തിൽ ഇങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കുന്ന രീതിയിലാണ് നിങ്ങളത്. അതേപോലെ മറ്റേ എന്താണ് ആരിഫ് ഹുസൈൻ, എന്റെ വീഡിയോ അങ്ങനത്തെയാണ്. അത് എന്താണ് സംഭവം എന്ന് വെച്ചാല്, നമ്മളിവിടെ അള്ളാഹിനെ റസൂലിനെ സ്നേഹിക്കണ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ ദുനിയാവിലുണ്ട്. നരേന്ദ്രമോദിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇന്ത്യയിലില്ലേ? അപ്പൊ നമ്മൾ നരേന്ദ്രമോദിനെ വിമർശിക്കണ്ടേ? വിമർശിക്കുക എന്ന് പറയണ അതേപോലെയല്ലോ, തെറ്റുണ്ടെങ്കിൽ വിമർശിക്കുക. പക്ഷെ അത് ഇസ്ലാമിൽ എന്താണ് നിങ്ങൾ പറയണ മാതിരിക്കുള്ള തെറ്റുകളല്ലല്ലോ. ഉം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓരോന്ന്. അപ്പൊ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല എന്നുള്ളതല്ലേ? അങ്ങനല്ല മനുഷ്യ. നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞിട്ട് പറയുന്നത് ഇപ്പൊ നമുക്ക് അതായത് എളുപ്പാക്കാം. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള സ്വർഗം, നരകം, ഇത് സ്വർഗം നിങ്ങൾ നരകം നിന്റെ വിഷയമല്ല സുഹൃത്തെ. നിങ്ങൾ അതല്ല നിങ്ങൾ ഇവിടുത്തെ പറയണ കേക്ക്. നിങ്ങൾ ദുനിയാവത്തെ കാര്യം പറയും. സ്വർഗം, നരകം, പരലോകം, റസൂല് പറഞ്ഞ കാര്യങ്ങള്, പിന്നെ വിവാഹം, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ ഓരോന്ന് വിമർശിക്കേണ്ട വിവാഹം വേറെ ആവശ്യമില്ല. കാര്യം, ഞാൻ ഒരു സ്വർഗം കാര്യം നരകം വേറെ പറഞ്ഞുതരാം. കാര്യം. ഞാന് അള്ളാന്റെ കൃപ കൊണ്ട്, നിങ്ങളും മുസ്ലിമായി ജനിച്ചൊരു മനുഷ്യനാണ്. നിങ്ങളെ വാപ്പിയമ്മയും മുസ്ലിമാണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ ആവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല നിങ്ങളെ വ്യക്തിപരമായിട്ട് ഡീറ്റെയിൽസ്. അങ്ങനെയാണോ? നിങ്ങൾ പറഞ്ഞോളി. വാപ്പിയും മുസ്ലിമായിട്ട് തന്നെയാണ് ഇപ്പോൾ വാപ്പയും നിലവിൽ. ഉമ്മയും ഒന്നും പ്രധാനമല്ലല്ലോ, പ്രസക്തമല്ലല്ലോ ഇതിനകത്ത്. ഇപ്പൊ മുഹമ്മദ് വാപ്പിയമ്മ നബിന്റെ മതം പറയുമ്പോ മുഹമ്മദ് വാപ്പി നബിന്റെ വാപ്പയും ഉമ്മയൊക്കെ ഞാൻ ഒരു കാര്യം മുശ്രിക്കുകളല്ലേ? പറയട്ടെ, വാപ്പയും ഉമ്മയും ഇല്ലാതെ ഇപ്പൊ നിങ്ങൾ ഉണ്ടാവില്ലല്ലോ. അതന്നെ. അല്ല, ഒരാള് പറയുന്ന അതല്ല, ആശയത്തിൽ അവിടെ നിന്നാ മതിയല്ലോ. ആ ആശയത്തിൽ നിന്നാ മതി. അതിന്റെ അപ്പുറത്തുള്ളവരിപ്പോ പ്രസക്തല്ല എന്ന് പറഞ്ഞ അതല്ല ഞാൻ ചോദിക്കണീന്, ഓലും നിങ്ങളെ കൂടെ ഇതിലേക്ക് മാറിയിട്ടില്ലല്ലോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. എന്തിനാ നിങ്ങൾ അറിയുന്നത്? അതാ ഞാൻ ചോദിക്കുന്നത്. അതിലെന്താ പ്രസക്തി? അപ്പൊ മൊത്തത്തിൽ മാറിയിക്കണോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അതിന്റെ പ്രസക്തി എന്താണ്? പ്രസക്തി എന്താ വെച്ചാല്, ഓലെന്താ വെച്ചാൽ ഓല് മുസ്ലിമായി ജീവിച്ച്, നിങ്ങളും ആ ജന്മം കൊണ്ട് ആ വയറ്റില് ആ വാപ്പാനും ഉമ്മാന്റെ ഇതിൽ ജന്മം കൊണ്ട മനുഷ്യനാണ്. നിങ്ങൾക്ക് ആ മുസ്ലിമായി ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. ആ പക്ഷെ നിങ്ങളും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വികലമായ ഇപ്പൊ ഈ ചിന്തകൾ കൊണ്ട് ഹിദായത്ത് എടുത്തു കളഞ്ഞ ആരാ? അപ്പൊ ഏഹ് ഹിദായത്ത് എടുത്തു കളഞ്ഞത് ആരാ? ഇതായത് എടുത്തു കളയില്ലല്ലോ. ഏ നമ്മൾ അള്ളാഹുവിന്റെ ദിക്റിലും ദായിമിലായിട്ട് നടന്നു കഴിഞ്ഞാൽ ആ ഹിദായത്ത് പോകില്ല. അള്ളാഹിന്റെ റസൂല് വരെ ഈമാൻ നിലനിർത്തി തരാനാ പ്രാർത്ഥിച്ചത്. ഈമാൻ ഉം എന്ന് പറയുന്ന സംഗതി എന്ന് പറഞ്ഞാൽ, വിശ്വാസം, ഈമാൻ എന്ന് പറയുന്ന സംഗതി ഉം എപ്പോഴും കൂടിയും കുറഞ്ഞിരിക്കും. അള്ള അത് എപ്പോഴും ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കും, അള്ള ഉദ്ദേശിക്കുന്നവരെ ദുർമാർഗത്തിലാക്കുന്നല്ലേ? അങ്ങനെ തന്നെയാണ്. അള്ളാഹു ഉദ്ദേശിച്ചവരെ, ആ ഉദ്ദേശം എങ്ങനെയാണ്? നമ്മളെ പ്രാർത്ഥന അതാണ്. കൊണ്ടാണ് പലതും. ഇപ്പൊ വമൻ നമുക്ക് ഷാ അല്ല, ഫല്യക്ഫുർ, ഞാനൊരു കാര്യം അതല്ലേ? ചോദിക്കട്ടെ. ഹലോ ഹലോ, ഉം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയുസ് കണക്കാക്കിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് വരാനുള്ള അപകടങ്ങൾ, മറ്റു കാര്യങ്ങൾ, മരണം, അത് കഴിഞ്ഞിട്ടുള്ള എല്ലാം നരകം. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ കണക്കാക്കിയിട്ടുണ്ട്. എവിടേക്ക് അതുകൊണ്ട് എത്താ? നമ്മളിപ്പോ നമ്മൾ ജീവിക്കണ കാര്യത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാം നമുക്ക്. ഞാൻ അത് പറഞ്ഞ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഇങ്ങനെ അല്ല, വെറുതെ ഞാൻ ഒരു എന്തൊക്കെയോ കാര്യം പറഞ്ഞു പറയട്ടെ. പോലെ. ഇപ്പൊ നിങ്ങളൊരു നമ്മള് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം പറയും. ആ, അല്ല, അപ്പൊ നമ്മളിത് അല്ല എവിടെ നമ്മള് എത്തൂലേ? ഇങ്ങനെ പറഞ്ഞാൽ എവിടെ എത്തൂല. അല്ല, നിങ്ങൾ എനിക്ക് 10 വർത്താനം പറഞ്ഞോളൂ, എന്നാലും കുഴപ്പമില്ല. ഞാൻ എന്താ വെച്ചാൽ വല്ലാത്ത വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ നിങ്ങൾ ഇന്റെ എന്തിനാ വിഷമിക്കണേ? അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട മതം എന്ന് പറഞ്ഞാൽ, ഞാൻ ജനിച്ചു, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട മതം, ഞാൻ അതിലൊരു കുഴപ്പം കണ്ടിട്ടില്ല. ഞാൻ അള്ളാനെ അതെങ്ങനെ റസൂലിനെ കാണണം? അത് നമ്മൾ നിങ്ങൾക്ക് അള്ളാനെ ഇപ്പൊ എത്ര ഇങ്ങക്ക് വയസ്സായി? ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 28 വയസ്സ്. നിങ്ങൾ 23 വയസ്സ് വരെ എനിക്കൊരു കുഴപ്പം കണ്ടിട്ടില്ല. 24, അത് 25 നിങ്ങൾ വയസ്സിലൊന്നും ഒരു കുഴപ്പം ഉണ്ടായില്ല എനിക്ക്. അള്ളാഹു, നിങ്ങൾ പ്രാർത്ഥിക്കണ്ടീനോ? നിങ്ങളെ നല്ല പ്രായത്തിൽ അള്ളാഹു ഈമാൻ. മദീന പള്ളിയിൽ പോയിട്ട് സുജൂദിൽ കിടന്ന് നിലവിളിച്ചിട്ടുണ്ട് ഈമാൻ ഉറപ്പിച്ചു തരാൻ പറഞ്ഞിട്ട്. പഠിച്ചം കേട്ടില്ല. അത് പടച്ചോൻ കേൾക്കിയിട്ടില്ല. നിങ്ങൾക്ക് വികലമായ ചിന്തകൾ അതിൽ വന്നതുകൊണ്ടാണ്. ഇല്ല, അവിടെ അല്ലെങ്കിൽ ചെന്നിട്ട് ഒന്നും ഞാൻ ഈ എന്താ അറിയോ, ബദറിനെ നമ്മള് കുറിച്ചൊക്കെ പഠിച്ചത്. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഉം, ഇസ്ലാമിൽ തന്നെ പല നിയമങ്ങളും പറയണോടത്ത് പറയണ്ട എന്താ അറിയോ, ഉം. ചില തെറ്റുകളൊക്കെ ഇപ്പൊ ഈ ആണും പെണ്ണും ഇടകലരുന്ന വിഷയങ്ങൾ മറ്റൊക്കെ ഇസ്ലാമിന്റെ പറയും. അപ്പൊ ആണും പെണ്ണും ഇടകലരുത്, ഇടകലർന്നാൽ എന്താ, ഒപ്പം എന്നാൽ എന്താ, ഒപ്പം തൊട്ടാൽ എന്താ, കൈ പിടിച്ചാൽ എന്താ, സംസാരിച്ചാൽ എന്താ, ഇസ്ലാമിന് മാത്രം ഇങ്ങനെയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും. ഉം. പക്ഷെ പല പ്രശ്നങ്ങളും പല വിഷയങ്ങളും എടുത്ത് നോക്കുമ്പോ അറിയാം, സാഹചര്യങ്ങളാണ് മനുഷ്യനെ പ്രേരിപ്പിച്ചിട്ടുള്ളത് എപ്പോഴും. അതായത് അപ്പൊ ഇസ്ലാമിൽ തന്നെ ഒരു ഇത് പറയുന്നുണ്ട്, ഒരു അന്യ ആണും പെണ്ണും തനിച്ചായാൽ മൂന്നാമത് ഒരു പിശാച് വരും. അതിന് ഉം. ലിയാക്കത്തിയാല ആയാലും ആ ഞാനായാലും. പിശാചിനെ ആരാ പറഞ്ഞേക്കണേ? ഞാൻ പറഞ്ഞുതരാം. പിശാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പിശാജ് പറഞ്ഞാൽ നമ്മളെ കരീന്, നമ്മളെ ശരീരത്തിൽ ഓരോ അള്ളാന്റെ റസൂലിന് എല്ലാവരും ഇപ്പൊ ഒരു കരീനുണ്ട്. ഉം. ആ കരീൻ എന്തായിക്കും, നമ്മളെ പേപ്പിക്കാൻ നോക്കും. ആ പേക്കാതിരിക്കണ നമ്മൾ അത് നിത്യം. ആരെ സൃഷ്ടിയാന്ന്? അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടി തന്നെയാണ്. അപ്പൊ ഈ എന്തിന്? ദുന്യാവില് കള്ള് സൃഷ്ടിച്ചിട്ടില്ലേ, പെണ്ണ് സൃഷ്ടിച്ചില്ല, അനാവശ്യ കുറെ അല്ല, കാര്യം, അതൊക്കെ അവിടെ ഉണ്ട്, മനസ്സിലായി. അതൊക്കെ ഈ കരീനായിട്ട് ഈ ഇബിലീസിനെ പറഞ്ഞേക്കണ എന്തിനാ? തെരഞ്ഞെടുക്കാനുള്ള ബുദ്ധി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടില്ലേ? അപ്പൊ പിന്നെന്തിനാ ഇബിലീസ്?
ഇബ്ലീസ് പിന്നെ വേണ്ടേ? ബാഹ്യ പ്രേരണ. ബാഹ്യപ്രേരണേ? ആ? മനസ്സിലായില്ല. നമ്മളെ പൈശാചികതയിലേക്ക് പ്രേരിപ്പിക്കാനല്ലേ ഇബ്ലീസ് നടക്കണേ. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ സ്വർഗം മാത്രം സൃഷ്ടിച്ചാൽ മതിയല്ലോ, നരകം സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞ മാതിരി അതെ ഇബ്ലീസും ശൈത്താനൊന്നും അതെ ഇല്ലെങ്കിൽ. അതന്നെ. അങ്ങനല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തിനാ സ്കൂളിലും നരകം അല്ല, സൃഷ്ടിച്ചേ? അങ്ങനെയാണെങ്കിൽ സ്കൂളില് ഡിഗ്രി മറ്റേ ഇതിനൊന്നും സ്കൂളത്തെ പരീക്ഷ ഹെഡ്മാഷായിട്ട് നിങ്ങൾ അള്ളാനെ ഉണ്ടാക്കി ചെറുതാക്കല്ലേ അള്ളാനെ. സ്കൂളത്തെ കാര്യമല്ല പറഞ്ഞത്. സ്കൂളത്തെ കാര്യം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവണേ. അതോ മറ്റുള്ള പരലോകത്തെ കാര്യം ഇപ്പൊ നമ്മൾ രണ്ടാളും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ ദുന്യാവത്തെ വിഷയം പറഞ്ഞത്. അത് സ്കൂളിൽ ഇപ്പൊ പരീക്ഷ ഉണ്ട്. പരീക്ഷയിൽ ജയിച്ചോല് ജയിക്കും, അടുത്തതിക്ക് പോകും. തോറ്റോല് പരാജയപ്പെടും, ഒന്നുകൂടി പഠിക്കണം എന്ന മാതിരി നമുക്ക് നന്മ ചെയ്താല് സ്വർഗം പറഞ്ഞ അതുണ്ടാവും, തിന്മ ചെയ്താൽ നരകം ഉണ്ടാവും. അതിന് പാപമോചനത്തിനുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇപ്പൊ നിങ്ങൾ ഇസ്ലാമെന്ന് പുറത്തുപോയി, നിങ്ങൾക്ക് ചിന്ത വരാൻ ഇസ്ലാമിലേക്ക് തന്നെ കടന്നു വരാൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലിയിട്ട് അപ്പൊ നമുക്കത് ബോധ്യപ്പെടണ്ടേ? ഷഹാദത്തല്ലേ ഇത്, സാക്ഷ്യം പറയല്ലേ? സാക്ഷ്യം പറയും. നിങ്ങൾക്ക് ബോധ്യപ്പെടും, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നാ പറഞ്ഞത്. അത് നിങ്ങളെ ഇഷ്ടം, നിങ്ങളെ ചോയ്സ്. ഇപ്പൊ എന്റെ ഒരുപാട് താല്പര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാം? ഞാൻ എത്ര ഞാനൊരു താല്പര്യത്തോടു കാര്യം കൂടിയാണ് പറയാം. ഇതിൽ ഇപ്പൊ നിൽക്കാൻ ശ്രമിച്ചത്. ഒരുപാട് ആളുകൾ പക്ഷെ എത്രയോ പറ്റണ്ടേ? ഇത് നമ്മള് കണ്ണടച്ച് ഒരു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാതെ നിന്നാ അല്ല കുഴപ്പമില്ല. ഞാൻ നിങ്ങളൊന്നും ചിന്തിക്കണ്ട. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. വിവേകത്തോടു കൂടി നമുക്ക് അതിൽ നിൽക്കാൻ കഴിയൂല. വിവേകമില്ല, നിങ്ങൾ വൈകാരികതയിൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. പൂർണ്ണമായിട്ട് നിങ്ങൾ എന്തായിക്കോട്ടെ. ഇപ്പൊ നമ്മളെ ഈ ഭൂമിയിൽ തന്നെ കുറെ ഹിന്ദു മതമുണ്ട്, കുറെ ക്രിസ്ത്യൻ മതമുണ്ട്, കുറെ മുസ്ലിം മതമുണ്ട്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാന്ന് പറയുന്നത് കണക്കുകൾ. രണ്ടാമത് മുസ്ലിങ്ങളെന്ന് പറയുന്നത്, മൂന്നാമത് ഹിന്ദുക്കളെ പറയുന്നത്. പിന്നെ ഓരോ മതങ്ങളുണ്ട്, പല ജാതി മതങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ദുന്യാവിൽ ഓരോരുത്തരും ഓരോ വിശ്വാസമായിട്ട് കൊണ്ടെടുക്കാണ്. ഇനി മതമില്ലാത്ത ടീംസ് ആയിട്ട് അങ്ങനെയുണ്ട്. അതായത് ശാസ്ത്രവും മറ്റ് ഇങ്ങനെ ദുന്യാവും ശാസ്ത്രങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാ മതങ്ങളും ഒരേപോലെ തന്നെ. ഞാൻ ഒരു കാര്യം, എല്ലാ മതങ്ങളും ഒരേപോലെയാണ്. ഇസ്ലാം തന്നെ പറയണത് എന്താണ്? മറ്റുള്ള മതങ്ങളെയും അവരുടെ ആരാധ്യ വസ്തുക്കളെയും എന്താക്കാൻ പാടില്ല? അവഹേളിക്കാനോ കുറ്റം പറയാനോ പാടില്ല. ഞമ്മക്ക് നമ്മളെ ദീനായിട്ട് മുന്നോട്ട് പോകാനും പറഞ്ഞിട്ടില്ല. അതിക്ക് ക്ഷണിക്കുക നമ്മളെ കാര്യങ്ങൾ. ഞങ്ങളോട് പറയാം, നിങ്ങളെ സമയം വെറുതെ കളയണ്ട. അതായത് നിങ്ങളെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. കാരണം ഞാനൊരു 25-26 വയസ്സ് വരെ എനിക്ക് നിങ്ങളോട് പറയാൻ എന്താ നിർവഹിച്ചോളൂ, അതാണ് നല്ലത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാനെ, റസൂലിനെ, ഇസ്ലാമിക നിയമങ്ങളെ നിങ്ങൾ കുറ്റം പറയാൻ നിൽക്കണ്ട. നിങ്ങൾ പണി നടന്നോളൂ, നിങ്ങൾ ശാസ്ത്രം നോക്കിക്കോളൂ. അങ്ങനെ പറ്റൂല. നമുക്കത് പൊതുസമൂഹത്തിന് ബാധിക്കുന്ന തരം മതവിഷയങ്ങളാണ്. അത് നടക്കൂല. കാരണം നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടും. എന്റെ സ്വന്തം ഇഷ്ടപ്പെട്ടോളി, അതിനെന്താ കുഴപ്പം? അല്ല, എനിക്ക് എന്റെ വാപ്പാനോടും ഉമ്മാനോട് ഇഷ്ടമുണ്ട്. ഓലാരെയും കുറ്റം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും എന്നതുപോലെ. നിങ്ങൾ കിതാബിൽ എഴുതിയിട്ട് ഇപ്പൊ ഒരാള് നിങ്ങളെ വാപ്പാനെയോ ഉമ്മാനെയോ, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ വാപ്പാനെയോ ഉമ്മാനെയോ അയാളാണ് ഏറ്റവും മികച്ച ഒരു ഉദാഹരണം എന്നും, അയാളുടെ ചെയ്തികളാണ് ഏറ്റവും പ്രധാനം എന്നും, അയാൾ അതേ മാതൃക പിൻപറ്റണം എന്ന് പറഞ്ഞാൽ ആ മാതൃക ശരിയാണോ അല്ലേ നമ്മൾ നോക്കണ്ടേ? വാപ്പാരും ഉമ്മാരും മാതൃകയല്ല, അത് നമ്മളാ ജന്മം തിന്നു എന്നുള്ള ഒരു സ്നേഹത്തിന്. അതിനേക്കാളും അപ്പുറത്തേക്ക് മുഹമ്മദ് നബിനെ മാതൃകയാക്കാൻ പറയണില്ലേ? മുഹമ്മദ് നബിനെ മാതൃകയാക്കളി. നിങ്ങൾ മാതൃകയാക്കണില്ലേ? വേണ്ട, നിങ്ങൾ മാതൃകയാക്കണം. പക്ഷെ മാതൃകയാക്കാൻ പറ്റുന്ന ചോദ്യം നമുക്ക് ചോദിച്ചൂടെ? അള്ളാഹുവിനെയും മുഹമ്മദ് നബിനെയും ഒരു ഇഷ്ടം പോലും ഇല്ലാത്ത നിങ്ങള്, അല്ലെങ്കിൽ ഈ യുക്തിവാദം കൊണ്ട് നടക്കുക. അതായത് പ്രത്യേകിച്ച് വെറുപ്പൊന്നുമില്ല എനിക്ക്, അള്ളാഹിനോടും മുഹമ്മദിനോടും വെറുപ്പൊന്നുമില്ല. നിങ്ങൾക്ക് വെറുപ്പില്ലെങ്കിൽ പറയുന്ന സംഭവങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ പരിശോധിക്കാനുള്ള ബാധ്യത. നിങ്ങളിപ്പോ അങ്ങനെ ശരി, ഇസ്ലാമിന്റെ ശരിയും തെറ്റും അതിന്റെ കാൽക്കുലേഷൻ നടത്താൻ ആരും നിങ്ങളെ ചുമതലപ്പെടുത്തിയോ? സ്വന്തമായിട്ട് ഏറ്റെടുത്താ. നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങളെ വേറെ എന്തെങ്കിലും ഇട്ടുകാണ്ട് പൈസ, വേറെ എന്തെങ്കിലും പണി ഉണ്ടോ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ? എനിക്ക് ഇത്ര പ്രശ്നമുള്ളൂ. എനിക്ക് അള്ളാഹി റസൂലിന് ഇഷ്ടമാണ്. ഓലെ കുറ്റം പറയല്, ഓലെ അവഹേളിക്കുന്ന വീഡിയോസ് അത് നിങ്ങൾ നിർത്തിക്കാളി. ചാനൽ ബ്ലോക്ക് ചെയ്യല്ല, നിങ്ങൾ ഈ പരിപാടി നിർത്തന്നെ വേണം. നിർത്തുന്നില്ല. എക്സ് മുസ്ലിം എന്നും പേരും പറഞ്ഞിട്ട് എന്തോ ഒരു ഞാൻ ഇത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന്. നമ്മൾ പറഞ്ഞതിൽ നിങ്ങൾ ഇല്ലാത്ത എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങൾ ഉണ്ടോ അല്ലേന്നല്ല എനിക്ക്. ഇല്ലാത്ത എന്തെങ്കിലും ഒരു കുറ്റം, ഇല്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ എന്തെന്നെ പറഞ്ഞോളൂ, എനിക്ക് അത് അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ റബ്ബും അള്ളി റസൂലും പറഞ്ഞത് അതന്നെ. സുഹൃത്തെ, നിങ്ങൾ സ്നേഹിക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാരും പൂജിക്കണം, വേണ്ടല്ലോ. എനിക്ക് പൂജിക്കണ്ട, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് എന്റെ അള്ളാഹി റസൂലും. സ്നേഹിച്ചോളി, ഞാൻ സ്നേഹിക്കും. പക്ഷെ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അള്ളാഹിന്റെ റസൂലിനെയും സ്നേഹിച്ചിട്ട് തന്നെ മരിക്കുന്നുണ്ട്. അള്ളാഹു ഈമാൻ നിലനിർത്തി തരട്ടെ. പക്ഷെ എന്താ വെച്ചാൽ അപ്പൊ അത്ര ഇഷ്ടപ്പെടുന്ന ആളുകളെ ഇങ്ങനെ ഓരോരുത്തർ കുറ്റം പറയുമ്പോ നമുക്ക് അതിയായ വിഷമമുണ്ട്. അത് നിർത്തണം. ഇതില് അല്ല, ഞാനൊരു കാര്യം പറയട്ടെ.
ഇപ്പൊ മറ്റു മതക്കാർ ഇപ്പൊ ഒരു ഹിന്ദുവിന്റെ എന്തെങ്കിലും ആചാര വസ്തുക്കളെയോ ഓല ബിംബത്തിനെയോ ശിവനെ രാമനെ ഇപ്പൊ ഒരു മുസ്ലിം എന്തെങ്കിലും മോശമാക്കി പറയാൻ എന്തെങ്കിലും ചെയ്താൽ അത് നാട്ടിൽ വലിയ കലാപങ്ങൾക്കും ഇതിന് തിരികൊളുത്തും. അതേപോലെ അള്ളാഹിനെ റസൂലിനെ വേറൊരു മതക്കാരൻ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ പറഞ്ഞാൽ അത് പ്രശ്നം. അതേപോലെ യേശുവിനെ മറ്റു മതക്കാർ പറഞ്ഞ വലിയ പ്രശ്നം. ഈ എക്സ് മുസ്ലിം എന്ന യുക്തിവാദം പറഞ്ഞവർക്ക് ഇതിനൊക്കെ ലൈസൻസ് ആരാ കൊടുത്തത്? ഇങ്ങനെ പറഞ്ഞ എല്ലാരും മോശമാക്കി നടക്കാനുള്ള ലൈസൻസ് ആരാ കൊടുത്തത്? ഇന്ത്യൻ നിയമപ്രകാരം നിങ്ങൾക്കുള്ള ലൈസൻസ് എടുത്തിട്ട് പറയേ ഉള്ളത് പറഞ്ഞാലും കുഴപ്പമാണല്ലോ. അപ്പൊ ഇങ്ങളും ഇല്ലാത്തതോ തെറ്റായതോ നുണയോ ഞാൻ പറഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ അതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. നിങ്ങളും നുണ തെറ്റെന്നല്ല, നിങ്ങൾ എന്തിനാ അള്ളാഹി റസൂലിനെ കുറ്റം പറയാൻ? കുറ്റല്ല, ഉള്ള കാര്യല്ലേ. ഉള്ള കാര്യമാണെങ്കിൽ മോശമാക്കി പറയാണല്ലോ, ഉള്ളതുകൊണ്ടല്ലേ പറഞ്ഞ. എന്ത് മോശം? അപ്പൊ നിങ്ങൾ എന്തൊരു മോശക്കാരനാണ്? എന്ത് മോശം? നിങ്ങളൊക്കെ സൂപ്പറാണ്. കിതാബ് വായിച്ചിട്ട് അർത്ഥം പറയണതാണ് പ്രശ്നം. നിങ്ങളെല്ലാം കൊണ്ട് ഉസാറായ മനുഷ്യനാ അല്ല. നിങ്ങൾ എന്റെ കുറ്റം പറഞ്ഞോളേ, എന്താ കുഴപ്പം? എനിക്കിപ്പോ അങ്ങനെ ഒരാളെ കുറ്റം പറയണ്ട. ഞാൻ ഞമ്മക്ക് മറ്റുള്ളവരെ കണ്ണിലെ കരട് കാണുന്നതിന് മുമ്പ് ഇന്റെ കണ്ണത്തെ കരടാ. ഇന്റെ തെറ്റും കുറ്റം പഠിച്ചവനോട് പൊറുക്കലിനെ തേടാനും അതിന് നമ്മള് ആരും കുറ്റം പറയാതെ ജീവിക്കാൻ ഞാൻ ഞമ്മക്ക് അങ്ങനത്തെ. നിങ്ങൾ അള്ളാനെ റസൂലിനും മനസ്സിലായ കാര്യങ്ങൾ ആൾക്കാരോട് പറഞ്ഞ ഞാൻ അങ്ങനെയും പോട്ടെ. നിങ്ങൾക്ക് പണി എന്താ? അള്ളാനെ റസൂലിനും ഇസ്ലാമിൽ വിശ്വസിക്കുന്നത് തിരിപ്പിച്ചു കൊണ്ട് നിങ്ങൾ ആ ഒരു മറ്റേ യുക്തിവാദം പറഞ്ഞ ഈ പരിപാടിക്ക് കൊണ്ടുവരാം. മെമ്പർഷിപ്പ് എടുക്കുന്ന ചെയ്യുന്ന പരിപാടിയൊന്നും. അല്ലാതെ പിന്നത്തെ യൂട്യൂബിലും ഇത് നടന്നുകൊണ്ട് പരിപാടി. നിങ്ങൾക്ക് സംവാദങ്ങൾ പല മൂല്യന്മാരും നടത്തുന്നുണ്ട് നിങ്ങളായിട്ടൊക്കെ. സംഭവം ശരിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യമില്ല. കാരണം നിങ്ങൾ പിടിച്ച മുയലിന് 3 ചെവി തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പിന്നെ ഇപ്പൊ നിങ്ങള് ഈ കുത്തിത്തിരിപ്പിന്റെ പോലെ നിങ്ങൾ എന്നാല് വേറെ നിങ്ങൾക്ക് കുറച്ചൊരു ഉസറും കൂടി ഉണ്ട്. കാരണം വേറെ മതക്കാരെ മറ്റുള്ള ഇതിന് ഓല ആരാധ്യ വസ്തുക്കളെ വല്ല ഹിന്ദുക്കളെ ഓല ഇതിന്റെ ആരാധ്യ വസ്തുക്കളെ ഇതൊന്നും നിങ്ങൾ പറയാൻ നിൽക്കില്ല. നിങ്ങൾ മുസ്ലിങ്ങൾ എക്സ് മുസ്ലിം എന്നൊരു പേരും വെച്ചിട്ട് അലിയാക്കത്തിൽ എന്ന പവിത്രമായ നാമം വെച്ചിട്ട് അല്ലെ ആരിഫ് ഹുസൈൻ എന്ന പവിത്രമായ നാമം വെച്ചിട്ട് ആ പേരും വെച്ചിട്ട് നിങ്ങൾ നിൽക്കുകയാണ്. കാരണം നിങ്ങൾക്ക് അറിയാം ഈ പേര് വെച്ചുകൊണ്ട് വിമർശിച്ചാൽ നിങ്ങൾക്ക് സമൂഹത്തിൽ നിലനിൽപ്പുള്ളൂ എന്ന് അറിയാം. നിങ്ങൾ വല്ല രാജ എന്നോ സോമൻ എന്നൊക്കെയാണ് നിങ്ങൾക്ക് ഇത്ര പവർ. അതൊന്നല്ല. നിങ്ങൾ വിമർശിക്കുന്നുണ്ട്. അത് നമ്മളൊരു വിഷയം കുറെ നേരം പറഞ്ഞില്ലേ, ഞാൻ കേക്കട്ടെ. നമ്മളൊരു വിഷയത്തില് ഇപ്പൊ ഇസ്ലാമുമായി ബന്ധം, ഇസ്ലാം ഒരു പൊതു വിഷയമാണ്. അതായത് ഇസ്ലാം എന്ന് പറയുന്നത് പൊതു വിഷയമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കുള്ളതാണ്. അല്ല, നിങ്ങൾ ഇസ്ലാം ഇസ്ലാം എങ്ങനെ ബാധിക്കണത്? നിങ്ങൾ ഇസ്ലാം എങ്ങനെ ബാധിക്കുന്നത്? ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പൊതു സംഭവമാണ്. അത് പൊതു സംഭവമല്ല അല്ലേ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ പബ്ലിക് അല്ല, ആരുടെയും പ്രൈവറ്റ് സ്വത്താ ആണ്, മുസ്ലിമുകൾക്കുള്ളതാണ്. അത് മുസ്ലിം ആവാൻ താല്പര്യമുള്ളവർക്കും മുസ്ലിം ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ എങ്ങനെ പറഞ്ഞ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിയമസംഹിതയാണ്. അതായത് നിയമസംഹിത എന്ന് പറഞ്ഞാൽ ഒരു പൊതു സാധനമാണ്. നിയമസംഹിത പറഞ്ഞാല് പൊതു സാധനം ആവില്ല. ഇത് ഗവൺമെന്റ് ഒരു രാജ്യത്തിന്റെ നിയമസംഹിത അല്ല. ഇത് ഇസ്ലാം എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ നിയമസംഹിത പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങക്കോ അല്ലെങ്കിൽ ഒരു മറ്റു മതക്കാർക്ക് ഇസ്ലാമിന്റെ നിയമസംഹിത പറഞ്ഞാൽ അനുസരിക്കില്ലല്ലോ. ഇല്ല. അപ്പൊ അങ്ങനെ പൊതുസംഹിത അപ്പൊ അതെങ്ങനെ പൊതുസംഹിത? ഇസ്ലാമിന്റെ നിയമങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇസ്ലാമിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്, വേറൊരാൾ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിനുള്ളതാണ്, കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിന്റെ കാര്യം പറയേണ്ട നടക്കുന്ന കാര്യമാണോ? ഇത് പബ്ലിക് ആളുകളുടെ ഇടയിലുള്ള ഒരു സാധനം, പൊതുവായിട്ടുള്ള ഒരു സംഭവം, സാമൂഹികമായിട്ടുള്ള ഒരു വിഷയം, ശാസ്ത്രം, അത് പരിശോധിക്കുകയും. ഇത് രാഷ്ട്രീയ പാർട്ടി അല്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാല് ഇസ്ലാം രാഷ്ട്രീയ പാർട്ടിയാണ്. നിങ്ങൾ എന്താ നിങ്ങൾ പറഞ്ഞ കേക്ക്, ഇസ്ലാം രാഷ്ട്രീയ പാർട്ടി അല്ല. ആണേ, ഞാൻ പറഞ്ഞ കേക്ക്. ഈ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ BJP ഉണ്ടാവും, കോൺഗ്രസ് ഉണ്ടാവും. അതേപോലെ ഓലെ ഉദ്ദേശം എന്താണ്? 5 കൊല്ലം കൂടുമ്പോ ഇബല മികവ് പറഞ്ഞു കൊടുക്കുക, മറ്റോല കാര്യങ്ങൾ കുറ്റം കുറവും പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് ഓൽക്ക് ജയിക്കാൻ നോക്കുക. ഇതാണ് ഇബല ഉദ്ദേശം. ആണോ? അല്ലേ? എന്നിട്ട് രാജ്യം ഭരിക്കാനുള്ള സെറ്റപ്പ് ചെയ്യുക. ഇത്രല്ലേ ഇപ്പൊ രാഷ്ട്രീയത്തിലുള്ളൂ. അതിൽ കുറെ നേതാക്കന്മാരുണ്ടാവും. ഇസ്ലാം പറഞ്ഞാൽ ഇവിടെ ക്രിസ്ത്യാനികളെ ഏറ്റവും അല്ലെങ്കിൽ ഹിന്ദുസിനെ തിന്മ വിരോധിക്കുകയും അതുണ്ടല്ലോ. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞത്, ഞാൻ ഇപ്പൊ ചിലപ്പം കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വല്ല സിഗരറ്റോ അങ്ങനെ തന്നെ ഇസ്ലാമിന് താല്പര്യം. ഇപ്പൊ ഇന്റെ ഇതിലുള്ള കുട്ടികളെ, നമ്മളെ കൈപ്പാട്ടിലുള്ള കുട്ടികളെ നമ്മളെന്തെങ്കിലുമൊക്കെ തെണ്ണിപ്പ് കാട്ടുമ്പോ നിങ്ങൾക്ക് പറയണ ഭാഷ മനസ്സിലാക്കാല്ല. എന്തെങ്കിലും ഇത് അനാവശ്യം കാട്ടുമ്പോ വല്ല സിസർ വലിച്ചെടുക്കുമ്പോ എത്ര കുട്ടിമാനെ വലിച്ചണാക്ക് ഒഴിവാക്കി കളൊന്നും വലിച്ചണ്ട ഈ പ്രായത്തിൽ അങ്ങനെ
ഇങ്ങനെയൊക്കെ പറയും. അത് തന്നെ നന്മ കൽപ്പിക്കാന്ന് പറഞ്ഞാല്, തിന്മ അതേപോലെയല്ലേ വിരോധിക്കുന്ന രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാറിനാല്. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി പോയാണ്. അതൊക്കെ രാഷ്ട്രീയ അല്ലാന്ന് എന്താ കഥ? നിങ്ങൾ ഈ പുസ്തകങ്ങളൊന്നും വായിക്കട്ടെ, അതാ അതുണ്ട്. പ്രശ്നം. ഭൂരിപക്ഷം മുസ്ലിം ഉള്ള രാജ്യത്ത് ഇസ്ലാമിന്റെ നിയമവും ശരീഅത്ത് നിയമവും ഉണ്ടാവും. ഇപ്പൊ എങ്ങനെ? സൗദി അറേബ്യ പോലെ, ഒമാൻ പോലെ ഇങ്ങനെ ഇസ്ലാമിക ഫുൾ അധീനത്തിലുള്ള, ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ പോലെ ഇസ്ലാമിന്റെ ഫുൾ അധീനത്തിലുള്ള സ്ഥലങ്ങളിൽ ഇസ്ലാമിക ശരീഅത്ത് നിയമം കൊണ്ടുവരുന്നുണ്ടാവും. ഉം. പക്ഷെ അല്ലാതെ ഇന്ത്യയിലോ ചൈനയിലോ മറ്റൊരു ഇസ്ലാമിക നിയമം ഉണ്ടാവും. അവിടെ ഓല് സ്വന്തം ഇസ്ലാമിക നിയമം. എന്തിന്റെ കാര്യങ്ങൾ പറയണേ? ഏഹ് ഇസ്ലാം ശരീഅത്ത് നിയമം ഇസ്ലാമിൽ ഉള്ളിടത്തല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എല്ലായിടത്തും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം. അങ്ങനെ ആരാ പറഞ്ഞിട്ടുള്ളത്? എന്താ കഥ? അത് പച്ച ലോകത്താകെ നോണ പറയല്. ഇസ്ലാമിന്റെ അല്ല, നിയമം. നിങ്ങൾ പച്ച നോണ പറയല്. എന്തെങ്കിലുമൊക്കെ എന്താ പറഞ്ഞുകൊണ്ട് കഥ? നമ്മള് നിങ്ങൾക്ക് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ പരമ്പരാഗത അങ്ങനെ സുന്നിയാ ആരാ തോന്നുന്നുണ്ട്. പറഞ്ഞിട്ടുള്ള മനുഷ്യ? നിങ്ങൾ ഈ പരമ്പരാഗത അല്ല, സുന്നിയായിരിക്കും. അങ്ങനെ അതാണ് ആരാ പ്രശ്നം. പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ ആരാ പറഞ്ഞിട്ടുള്ളത്? അത് മുത്തുനബി പറഞ്ഞക്കണം, അള്ള ഖുർആൻ പറയണം. ലോകം മൊത്തം ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം അതെ പറഞ്ഞ അതെ, ഇസ്ലാമിന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. പരിശ്രമിക്കുമല്ലോ. പരിശ്രമിക്കുക പറഞ്ഞപ്പോ ഞാനിപ്പോ അപ്പൊ നമ്മളായിട്ട് നിങ്ങൾ പരിശ്രമിക്കുമ്പോ അത് ശരിയാണോ തെറ്റാണോ എന്ന് വിശകലനം ചെയ്യാനുള്ള ഞാനൊരു സ്വാതന്ത്ര്യം കാര്യം നമുക്കില്ലേ? പറഞ്ഞതാ. നിങ്ങളൊരു സാധനം ഈ പ്രചരിപ്പിക്കൂ. ദഅവത്ത് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഒരു മിനിറ്റ്, മാർക്കറ്റിൽ വിൽക്കാൻ അവകാശമുള്ള ഒരു പ്രോഡക്റ്റിന് റിവ്യൂ ചെയ്യാനുള്ള അവകാശം കസ്റ്റമേഴ്സിന് ഇല്ലേ? ഇത് വിൽക്കണ സാധനല്ല. പിന്നെ ഞാൻ ഒരു ഇത് ഉദാഹരണം വിൽക്കണ ചോദിക്കാണ്. സാധനല്ല. പ്രചരിപ്പിക്കുന്ന സാധനം, ഇതൊരു ആശയാണ്. ഒരു ആശയം ഇതൊരു പ്രചരിപ്പിക്കുമ്പോ ആശയാണ്. ഒരു ആശയം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ഉണ്ട്. പ്രചരിപ്പിക്കും, വാണ്ടിയോല് എടുത്താൽ മതി. അത് നിർബന്ധമല്ല. പ്രചരിപ്പിക്കുമ്പോ അത് നിർബന്ധിത വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം പരിവർത്തനല്ല. ഇല്ലേ? അല്ല നിർബന്ധിത പരിവർത്തനല്ല. അല്ല, ഞാൻ ചോദിക്കണം, നിങ്ങൾ വെറുതെ ആശയം പ്രചരിപ്പിക്കണുള്ളൂ, നിർബന്ധ പരിവർത്തനം ഇല്ല. നമുക്കത് വിശകലനം ചെയ്യാനുള്ള ഇപ്പൊ അവകാശം എത്ര ഞാൻ കാര്യം അല്ല. പറയാം. നിങ്ങളിത് ഇപ്പൊ നമ്മള് പറയും, വിശകലനം ചെയ്യാനും അതിന് അഭിപ്രായം പറയാനും പാടില്ല. അല്ല, വിശകലനം ചെയ്യാലോ. അഭിപ്രായം വിശകലനം പറഞ്ഞൂടെ? ഇപ്പൊ നിങ്ങള് വേറൊരു മതത്തിൽ വിശ്വസിച്ച ആളെ വേറെ മതമൊന്നും അല്ല. ഇപ്പൊ അല്ല, നിങ്ങളിപ്പോ ആ നിങ്ങളിപ്പോ ഒരു മതത്തില് നമുക്ക് വിശകലനം ചെയ്യാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം ഉണ്ടോ ഇല്ലേ? നിങ്ങളത് പറ. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ മറ്റു മതത്തിനെ വിശകലനം ചെയ്യുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒരു ഹൈന്ദവ മതത്തിനെയോ ക്രിസ്ത്യൻ മതത്തെയൊക്കെ വേണമെങ്കിൽ പഠിക്കാം. ഓല വിഷയങ്ങൾ എങ്ങനെ ഓല കിതാബുകൾ കിട്ടുമെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും പഠിക്കാം. എനിക്ക് പോസിബിൾ ആണ്. പിന്നെ ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്ന മതത്തിനേക്കാൾ ഉസാറാണെന്നോ അല്ലെങ്കിൽ എനിക്കത് ഇനി പോരാന്നോ അല്ലെ ആ നിയമങ്ങളൊന്നും ഫുള്ള് ഇതെല്ലാം തോന്നുകയാണെങ്കിൽ ഞാനതവിടെ മടക്കി വെക്കും. അത് എടുക്കൂല. അല്ലാതെ നാടൊട്ടാകെ മൈക്ക് കെട്ടിയിട്ട് യൂട്യൂബിലോട്ട് അത് നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു പ്രശ്നമുള്ള സാധനമാണ്. അല്ലല്ല, അപ്പൊ അത് പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് എനിക്കറിയാം. ലോജിക്ക് എന്താണ് എനിക്ക് മനസ്സിലായില്ല. ഇന്റെ ദീൻ പഠിപ്പിച്ചിട്ടുള്ളത് മറ്റുള്ള ആരാധ്യ വസ്തുക്കളെ നമ്മള് തെറ്റാണ്. അബൂബക്കർ ഉറുവനോട് പറഞ്ഞ ഹദീസ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കി, ഞങ്ങളെല്ലാം സംശയം തീരും. നിങ്ങൾ അനാവശ്യം പറഞ്ഞ് നടക്കുക. ഞാൻ അനാവശ്യം പറയല്ല, ഹദീസിൽ ഖുർആന്റെ പരിഭാഷ മലയാള അർത്ഥം ഞാൻ നിങ്ങൾക്ക് അറബി വായിച്ചു തരാന്നേ. നിങ്ങൾക്ക് അറബി നിങ്ങളൊക്കെ അറബി പഠിച്ച ഉസ്താദിന്റെ ഒക്കെ അവസ്ഥ ആലോചിച്ചോക്കണം. എനിക്ക് ഇത് സഹിഹായ ഹദീസിൽ വന്ന സാധനത്തിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുമ്പോ അല്ല, നിങ്ങളിപ്പോ 2-3 തവണയായി അന്യമതങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ പറഞ്ഞത് അന്യമതങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കരുത് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ പറയണ്ടേ? അങ്ങനെ ഉണ്ടോ? പിന്നെ അങ്ങനല്ലേ? എന്താ കഥ? മുഹമ്മദ് നബിന്റെ മുമ്പെന്നാണ് ഉംസുസ് ബല്ലറില്ലാത്തെന്ന് അബൂബക്കർ ഉറുവനോട് പറഞ്ഞത് ഹുദൈബിയ സന്ധിയുടെ ആ പശ്ചാത്തലത്തില്. ഞാനിപ്പോ സഹീഹ് ബുഖാരിയിൽ സഹിഹായി വന്ന ഹദീസാ. ഞാനൊരു കാര്യം പറഞ്ഞതാ. നിലവില് മദ്രസിലും മറ്റു കാര്യങ്ങളിലും പൊതുവെ പഠിച്ചിട്ടുള്ളതും അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മദ്രസയിൽ പഠിച്ചതും അല്ല യഥാർത്ഥത്തിൽ കിതാബിലുള്ളത് ആണ്. അല്ലാന്ന് എനിക്ക് ബോധ്യപ്പെട്ടോണ്ടാണ്. അതാണെന്ന് വിശ്വസിച്ചിരുന്ന കാലത്ത് ഞാൻ നിങ്ങളെ പോലെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഈ കള്ള് നിരോധിക്കുന്ന സമയത്ത് ആദ്യം ഈ കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ പഴയ കാലഘട്ടത്തിൽ. അന്ന് കള്ള് നിരോധിക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് നിരോധിച്ചിട്ടില്ല. നിങ്ങളിപ്പോ എവിടെയോ തുടങ്ങി എവിടെയോ എത്തി. എനിക്കിപ്പോ വിമർശിക്കാനുള്ള അവകാശമില്ലേ? നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ വിമർശിച്ചോളി. പക്ഷെ എന്തുണ്ടറിയോ, അനാവശ്യമായിട്ട് അള്ളാഹി റസൂലിയും ഇവിടെ ഇഷ്ടപ്പെടുന്ന മുഹമ്മദ് സ്വന്തം ശരീരത്തെക്കാൾ ഇഷ്ടം വെച്ച് നടക്കണം മനുഷ്യന്മാര്. സ്വന്തം ശരീരത്തെക്കാരൊന്നും ഇഷ്ടപ്പെടണ്ട. ഞാൻ ഇഷ്ടപ്പെടും. അല്ല, അതിന്റെ ഇഷ്ടല്ലേ ഇഷ്ടപ്പെടണം അല്ലേ? മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാത്ത കാലത്തോളം നിങ്ങളുടെ ഇഷ്ടത്തിന് അത് എന്റെ ഇഷ്ടം തന്നെയാണ്. നമ്മൾ ഈ രാജ്യത്തിനും
നമ്മളെ ആർക്കും ബുദ്ധിമുട്ടില്ല. നമ്മളെ ഈ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് നമ്മൾ നിസ്കരിച്ചോതി ഖുർആൻ ഓതി അപ്പോഴാണ് ഇങ്ങനത്തെ ഓരോ നമ്മളെ ഇഷ്ടപ്പെടുന്ന പോലെ കുറ്റം പറയണ വീഡിയോസും നാട്ടിലുള്ള പരിപാടികളും അതൊക്കെ സ്വാഭാവികമല്ല. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്വാഭാവികമല്ല ആൾക്കാരെ മനുഷ്യ. അത് മറ്റാൾക്കാർ സ്വാഭാവികമല്ല. ഇഷ്ടപ്പെടാതിരിക്കുകയൊക്കെ ചെയ്യും. നിങ്ങളെ ഉപ്പാനും ഉമ്മാനും ആരും പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടുമല്ലോ. ഉള്ള കാര്യം പറഞ്ഞപ്പോ എന്താ കുഴപ്പം? ഉള്ള കാര്യം പറഞ്ഞാല് അന്റെ തന്ത പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചുമ്പോ അന്റെ തന്താന്ന് പറഞ്ഞാൽ മതി. കുട്ടികൾ തമ്മിൽ പറയുന്നവന്റെ അടിയിക്കാരം. കൾച്ചറിനനുസരിച്ച് പലതും പറയും. അതൊന്നും അങ്ങനല്ല. കാര്യമാക്കണ്ട. നിങ്ങൾക്ക് പണ്ട് സ്കൂളിൽ അതിനെന്തിനാ പഠിച്ചുമ്പോ നമ്മൾ അല്ല ഒഫൻഡഡ് ആവണം? ഇപ്പൊ നിങ്ങൾ ഇന്ന ചീത്ത വിളിക്കാൻ എന്റെ വീട്ടിലുള്ളവർ ചീത്ത വിളിക്കുകയാണെന്ന് വെച്ചോ, അങ്ങനല്ല. അത് നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് കരുതിയാ അല്ല പോലെ. ഞമ്മളിപ്പോ ഇനിയിപ്പോ ഞമ്മളെന്തെങ്കിലും തെറി പറഞ്ഞാലും ഞമ്മള് ചിലപ്പോ കേട്ടുകാണ്ട് ഇനിയിപ്പോ അവനോട് മുണ്ടാതെ പോയാലും ചിലപ്പോ നമ്മൾ ഉപ്പാനെ ഉമ്മാനെ എന്റെ ഉമ്മാനെ അങ്ങനെ ഒരു തെറി വെച്ച് പറയാം. ഉപ്പാനെ അങ്ങനെ ഉപ്പാനോട് അങ്ങനെ ഞാൻ ഉമ്മാനോട് തെറി പറയുന്നത് നിങ്ങൾ കേൾക്കണോ? ലേസ് ഇഷ്ടമുണ്ടെങ്കിൽ അല്ല, അതൊക്കെ അല്ലെങ്കിൽ ശരിയാണ്. എന്തെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അപ്പൊ നമ്മൾ ഇടപെടും. ഓനോട് പറഞ്ഞതിന്റെ തെളിവ് കൊണ്ടാടാന്ന് പറയും. തെളി മോശം പറയാണ്. തെളിവോ ആ തെളിവ് ചോദിച്ചാൽ മുഹമ്മദ് നബി നിൽക്കൂല. എന്റെ ഒപ്പം അങ്ങനെ ചെയ്തു പറഞ്ഞാൽ തെളിവ് ചോദിക്കൂലേ? അന്റെ ഇപ്പൊ അങ്ങനെ ചെയ്തു എന്നല്ല പറയണത്. പിന്നെ പക്ഷെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ കുട്ടികൾ തമ്മിൽ തിരക്കൂടുമ്പോ ഞാൻ ചെറിയ തന്ത്രോട് കുട്ടികളെ കേസൊക്കെ അപ്പൊ അതൊക്കെ ചെറിയ കുട്ടികളെ കേസ് പഠിക്കണം. കുട്ടികൾ അപ്പൊ അത്രയും മുഹബത്ത് ഉണ്ടെങ്കിൽ എന്തുണ്ട് നമ്മള് അതിന് പ്രതികരിക്കും. അത് തമ്മിൽ കുട്ടികൾ തിരക്കൂടണം അതിനാണ്. അപ്പൊ അത്രയും അതിന് വലിയോലായാലും ആ സ്നേഹം ഉണ്ടല്ലോ. വാപ്പി ഇമ്മയൊന്നും വേണ്ട. ഇപ്പൊ നമ്മൾ യുക്തിവാദം പഠിച്ചാണ് നമ്മൾ തന്നെ വലിയ ആൾക്കാർ അങ്ങനെ ആയ പിന്നെ ഒന്നും നടക്കൂല. ഓലൊന്നും മൈൻഡ് ചെയ്യാതെ അതൊന്നും കുരുത്തം പിടിച്ചില്ല. സമാധാനം വൈക്കിരുന്ന് ആലോചിക്കും. നിങ്ങൾക്ക് അത് സ്നേഹിക്കാനോ ആരാധിക്കാനോ നിങ്ങളിപ്പോ ആ പരിപാടി ഉള്ളതുപോലെ നിർത്തിത്തരണം. തന്നെ നിങ്ങൾ ഈ പരിപാടി ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ ഈ പരിപാടി നിർത്തന്നെ വേണം. അല്ലെങ്കിൽ ഇതിനെ നിയമപരമായി നേരിടും. അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ട്. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും നിയമസഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തുതരും ചെയ്യാം. നിങ്ങൾ നിയമസഹായം നമുക്ക് വേണ്ടല്ലോ. അത് നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ ഞാൻ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയമവിരുദ്ധമായിട്ട് മറ്റുള്ള അവകാശം ഇസ്ലാം മതത്തെ നിരന്തരമായി അവഹേളിക്കുന്ന ഒരാളാണ് ലിയാഖത്ത് അലി. അത് ഒരു ഉദാഹരണം പറഞ്ഞുതരും. ഞാൻ അവഹേളിച്ചത് എങ്ങനെയാന്ന് നിങ്ങളെ വീഡിയോസ് എടുത്ത് നിങ്ങൾ തന്നെ നോക്കിയാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരു പോയിന്റ് വെറുതെ അല്ല മുഹമ്മദ് നബിനൊക്കെ നിങ്ങൾ എന്താ പറയണത്? മുഹമ്മദ് കാണിച്ചു തരും. ഞാൻ മുഹമ്മദ് എന്ന് വിളിച്ചത് നിങ്ങളെ അതിന്റെ തംബ്ലൈനും ഞാൻ മുഹമ്മദ് നബിനെ മുഹമ്മദ് എന്ന് വിളിച്ചത് നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരും. നിങ്ങളും ആരിഫ് ഹുസൈൻ എന്നോട് പറയുമ്പോ എന്റെ കാര്യം പറയണം. പൊന്നാരമണി, നിങ്ങൾ എന്നോട് പറയുമ്പോ എന്റെ കാര്യം പറയണം. ഞാൻ മുഹമ്മദ് നബിനെ മുഹമ്മദ് എന്ന് വിളിച്ചത് നിങ്ങൾ കാണിച്ചു തരും. നിങ്ങളെ ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഒരെണ്ണം ഇപ്പൊ തന്നെ എടുത്തോളി. ലിയാഖത്ത് അലി CM എടുത്തോളി. ലിയാഖത്തിൽ എടുത്തത് കാണാം. ഒന്ന് എടുത്തോളി. ഞാൻ മുഹമ്മദിനെ മുഹമ്മദ് എന്ന് എഴുതുകയോ പറയുകയോ ചെയ്തോ ഒന്ന് കാണിച്ചു തരും. നിങ്ങളിതിലെ മറ്റേ ആൾതിലാണോ? രണ്ടാളും ഒരു സൈസ്. ഞാൻ എന്നോട് പറയുമ്പോ എന്റെ കാര്യം പറയണം. ഒരുപാട് ഉണ്ടാവും. നിങ്ങളൊന്ന് നോക്കി. ഞാൻ തന്നെ തെറി പറയുകയൊക്കെ ചെയ്തിട്ട് നിങ്ങളൊന്ന് പറയും. തെറ്റാണ്. തെറി പറയണ മോശമാണ്. പാടില്ല. തെറി പറയണവരാണെങ്കിൽ നിർത്തിപ്പിച്ചണം. അല്ലാതെ കാര്യമില്ല. നമുക്കൊരു ആശയം പറയാൻ തെറി പറയേണ്ട ആവശ്യമില്ല. ഇസ്ലാമിനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. കുറച്ച് ആൾക്കാര് എക്സ് മുസ്ലിം നിങ്ങൾ ഇഷ്ടപ്പെടണു എന്നുള്ളത് കൊണ്ട് മുഹമ്മദ് വിമർശനാതീതനാവൂല. വിമർശനാതീത ആവേണ്ട ആവശ്യമില്ല. മുഹമ്മദ് നബി പറഞ്ഞ് പഠിപ്പിച്ച ദീന്, അതിനെ പറ്റിയുള്ള അവകാശവാദങ്ങളൊക്കെ പരിശോധിക്കും. അത് പൊതുജനങ്ങളോട് പറയും ചെയ്യും. നിങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ അനാവശ്യം പറയേണ്ട അനാവശ്യം പറഞ്ഞത് നിങ്ങൾ പറഞ്ഞോളി. നമുക്ക് പരിശോധിക്കാം. ആരെങ്കിലും ഏൽപ്പിച്ചുകൊണോ? അത് ആരും അത് നമ്മൾ വളണ്ടറി ആയിട്ട് ചെയ്യുന്നതാണ്. ആരും ഇതിന് നമുക്ക് കൂലി വന്നിട്ട് ഇരുത്തിയൊന്നല്ലോ. എനിക്കറിയില്ല. ശമ്പളം തന്നു ഇരുത്താണ് ഇങ്ങനെക്കാരം പണി ചെയ്യാ. നല്ല വൃത്തിക്ക് ചെയ്യൂലേ. നിങ്ങൾക്ക് ഒറിജിനൽ എന്താ ജോലി? മുഹമ്മദ് നബിന്റെ പണിയൊന്നും മുഹമ്മദ് നബിന്റെ നുബുവത്തിന് മുമ്പുള്ള പരിപാടി എന്തായിരുന്നു? മുഹമ്മദ് നബിക്ക് നുബുവത്തിന് മുമ്പ് പരിപാടി കച്ചവടം. അതന്നെ പണി. ഇവിടെ കച്ചവടം നല്ല ബർക്കത്തുള്ള തൊഴിലല്ലേ? കച്ചവടം വർക്കത്തുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പരിപാടി അളവിലും തൂക്കത്തിലും കുറവ് വരുത്താതിരിക്കുകയും കസ്റ്റമേഴ്സിനെ വഞ്ചിക്കാതിരിക്കുകയും ചെയ്യുന്ന കാലത്തോളം നല്ല തൊഴിലാണ്. നല്ല തൊഴിലാണ്. ഇതൊക്കെ ഉടനെ നിങ്ങൾക്ക് ആശയം കിട്ടിയത് അതുകൂടി മറക്കണ്ട. വന്ന വഴി മറക്കരുത്. എങ്ങനെ? നിങ്ങൾക്ക് വന്ന വഴി മറക്കരുത് അറിയാം. ഈ ആശയവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ കുറച്ചെങ്കിലും ഉള്ളത് ആ ഒരു മതത്തിൽ ജനിച്ച് അത് പഠിച്ചതുകൊണ്ടാണ്. ഈ ആശയങ്ങൾക്ക് കുറച്ചെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ളത് ഈ ലാളിത്യം വരുന്നത് അത് മനസ്സിലാക്കണം. എന്താ ആശയം ഉള്ളതുകൊണ്ട്? നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്യം നിങ്ങൾ പഠിച്ചതുകൊണ്ടാണ്. നിങ്ങൾക്ക് ട്രോളിയാലും നിങ്ങൾക്ക് മനസ്സിലാവണ്ടായോ? നിങ്ങൾ ഇസ്ലാമെന്ന്
അത് പഠിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ചിന്ത വന്നത്. എനിക്ക് എന്ത് ട്രോൾ നിങ്ങളതൊന്നും അറിയില്ല. നമ്മൾ ഈ മൊബൈൽ അല്ല യൂസ് ഇങ്ങനെ അങ്ങനത്തെ ഈ പരിപാടികളൊന്നും അതാണ് നിങ്ങളെ പ്രശ്നം. ഞമ്മക്ക് അതിന്റെ നിങ്ങൾ ഇന്റെ ചാനലൊക്കെ ഒന്ന് നിങ്ങളെ ചാനലെ അൺസബ്സ്ക്രൈബ് ചെയ്തോളി. മൊത്തം നോക്കി. എനിക്കത് ഇഷ്ടല്ല. എനിക്ക് ഇങ്ങനത്തെ നിങ്ങൾ യുക്തിവാദങ്ങൾ നോക്കണ്ട, നമ്മൾ ഇഷ്ടമല്ലാത്ത ഇച്ച് എന്തൊക്കെ ഇങ്ങളെ കാണാൻ നമുക്ക് തിരിഞ്ഞു നോക്കരുത്. എനിക്ക് നമുക്ക് ലിയാക്കത്തിൽ ഇഷ്ടമല്ലാത്ത സാധനമാണ് നമുക്ക് ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കരുത് നിങ്ങൾ. അതാ തിരിഞ്ഞു എനിക്ക് നിങ്ങളോട് നോക്കിയിട്ടൊന്നല്ല. പറയാനുള്ളത്. യൂട്യൂബ് തുറന്നാലും നിങ്ങൾ ഇസ്ലാമിനെ കുറ്റം പറയണ എന്താണ്? നിങ്ങളും ആരിഫ് ഹുസൈൻ രണ്ട് മനുഷ്യൻ. ആരിഫ് ഹുസൈന്റെ നാടോടെ എനിക്കറിയില്ല. നിങ്ങളത് മണ്ണാർക്കാട? എങ്ങനെ? നിങ്ങളത് മണ്ണാർക്കാട നാട്? അതെ, മണ്ണാർക്കാടാണ്. മറ്റേ ചങ്ങായിന്റെ കൂടെ ആരിഫ് ഹുസൈന്റെ? അതെനിക്കറിയില്ല. അല്ല, രണ്ടാളും ഒരേ കമ്പനിത്താണല്ലോ. ഉം രണ്ടാളും ഒരേ കമ്പനിയാണല്ലോ. ഉം. എന്താ നിങ്ങൾ പറയണ എനിക്ക് മനസ്സിലായില്ല. രണ്ടാളും ഒരേ കമ്പനി പെട്ട സാധനമാണല്ലോ. അല്ല, എന്തേ കമ്പനി പറഞ്ഞ? കമ്പനി പറഞ്ഞാൽ രണ്ടും ഈ എക്സ് മുസ്ലിം പറഞ്ഞിട്ട് ഇസ്ലാമിനെ കുറ്റം പറയുന്ന ടീമാണല്ലോ. രണ്ട് മനുഷ്യന്മാരല്ലേ, എന്തൊക്കെ നിങ്ങൾ പറയണ? നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പും സംഗതി ഉണ്ടാവുമല്ലോ, ഇസ്ലാമിനെ കുറ്റം പറയാനുള്ള ഒരു ഗ്രൂപ്പ്. അങ്ങനത്തെ ഞാൻ ഗ്രൂപ്പുകളിലൊന്നും ഇല്ല. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ പറയാണ്. നിങ്ങളെ കുട്ടികൾ ഇനിയിപ്പോ മദ്രസയിലൊന്നും പഠിച്ചാതെ ഓലൊന്നും പോണില്ല. എന്താ ഇങ്ങനെ എന്താ കാര്യം? ചെയ്യാ? കുറച്ചൊക്കെ ഒരു ഓർക്കിപ്പോ ഒരു മതമല്ല. ഓല് പ്രായപൂർത്തിയൊക്കെ ആയിട്ട് ഓല് തെരഞ്ഞെടുക്കട്ടെ മതം. ഓൽക്ക് വേണമെങ്കിൽ ഓല് പഠിച്ചിട്ട്. എന്താ നമ്മള് കുഞ്ഞു കുട്ടികളാകുമ്പോ പറഞ്ഞ് പഠിപ്പിച്ചുണ്ടാക്കിട്ട് വേണത്. ഒരു പഠിപ്പിച്ചാനില്ല. അലിഫ് അലിഫ് ഞാനൊക്കെ മദ്രസയിൽ ആദ്യം പഠിച്ചത് അലിഫ് അദബുൻ എന്ന് പറഞ്ഞ മര്യാദ എന്നാണ്. ആ അതന്നെ പഠിച്ചത്. അതുകൊണ്ട് എന്താ കാര്യം? ആ ഒരൊറ്റ അതബന്നുള്ളൂ, പിന്നെ വേറെ എവിടെ അതബില്ലല്ലോ. വേറെ എല്ലായിടത്തും അതബ്. നിങ്ങൾക്ക് എന്താ അറിയോ, ഇസ്ലാമിനെ കുറ്റം പറയാൻ കുറ്റം മാത്രം. എനിക്ക് എന്താണ് കുഞ്ഞെ ഇസ്ലാമിനോട് ദേഷ്യം? ഞാൻ ഇസ്ലാമിനെ പിടിച്ച് കടിച്ചിട്ടൊന്നുമില്ല. കടിച്ചിട്ടില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ കടിച്ചാൽ നിൽക്കണം? അതിൽ ഇങ്ങനെ ചകഞ്ഞ് ഇസ്ലാം ഇങ്ങോട്ട് വെച്ചിട്ട് മറ്റുള്ളവർക്ക് മാർക്ക് ഇടുന്നത് കാണുമ്പോഴേ ഇത് ഇനി മാത്രം മാർക്ക് ഇടാനൊക്കെ മുതലുണ്ടോന്ന് നമ്മൾ നോക്കണ്ടേ? അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടാ. ഏതെങ്കിലും ഒരു മതപണ്ഡിതനോ ഇസ്ലാമിലെ ഏതെങ്കിലും മതപണ്ഡിതനോ മറ്റുള്ള ആളുകളോ മറ്റുള്ള മതത്തിലൊരു അവഹേളിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തിക്കാണ്ട് നമ്മളത് സ്ഥാപിക്കണ പരിപാടി ഉണ്ടോ? വല്ല സംവാദങ്ങളോ കാര്യങ്ങളും നടക്കുമ്പോ എന്താ ചെയ്തത്? മുഹമ്മദ് നബി എന്താ ചെയ്തതും പറഞ്ഞാണ്. നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞതല്ലാത്ത എന്താ മുഹമ്മദ് നബി 13-23 കൊല്ലം ചെയ്തത്? നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ചോദിക്കട്ടെ, ചുറ്റിലുള്ള ആൾക്കാരുടെ മതത്തെ ശരിയല്ല എന്ന് പറയുകയും അതിനെ കുറ്റപ്പെടുത്തുകയും എന്നിട്ട് ഇതിലേക്ക് വരണം എന്ന് പറയും ചെയ്യുക എന്നതല്ലാത്ത എന്ത് പണിയാ മുഹമ്മദ് നബി ചെയ്തത്? അല്ല, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ബിംബങ്ങളെയും കല്ലിനെയും തീയിനെയും എന്തെങ്കിലും ആയിക്കോട്ടെ ഒക്കെ ആരാധിച്ച് നടന്നൊരു സമൂഹത്തിൽ വന്നിട്ട് ബിംബങ്ങളെ ആരാധിക്കണതും അജർലസ്വദ് കല്ലിനെ ആരാധിക്കണ അജർലസ്വദിന്റെ മുത്തനും തമ്മിൽ എന്താ വ്യത്യാസം? അല്ല, അജർലസ്വദിനെ ആരാണ് ആരാധിക്കാന്ന് പറഞ്ഞത്? മുത്തണത് എന്താണ്? നിങ്ങളെ കുട്ടി ഒന്ന് ഉമ്മ ഇരുന്നത് നിങ്ങളെ ദൈവാക്കിട്ടാ? അല്ല, നിങ്ങളുള്ള സ്നേഹം കൊണ്ടല്ലേ? കല്ലിനെയൊക്കെ ദൈവാക്കിട്ടാ? കല്ലിനെ ദൈവാക്കിട്ടല്ലേ? കല്ലിനുള്ള സ്നേഹം സ്വർഗത്തിലെ കല്ലാണെന്നുള്ളൊരു സ്നേഹം. അതന്നെ. ഇപ്പൊ ബിംബാരാധകർ എന്ന് പറയുന്നത് ഒരു ബിംബത്തിനെ ദൈവമായിട്ട് കണ്ടിട്ട് ആരാധിക്കണല്ലോ. പിന്നെന്താണ്? എന്താ കഥ? പിന്നെന്താണ്? ഓരോ ദൈവം ആ കല്ലാണോ ഓരോ ദൈവം? അതോല് പറയണ പോലെ ദൈവം കല്ലാണെന്നല്ല പറയണത്. അത് നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. ഈ ഉസ്താദ്മാരെ ഇതൊക്കെ പഠിപ്പിച്ചു തന്നെ. അതാണ് കുഴപ്പമേ. ഉസ്താദ്മാർക്ക് ഇതൊന്നും തിരിയില്ല. അല്ല, ഞാനൊരു കാര്യം പറയാം. ഉസ്താദ്മാർക്ക് മറ്റുള്ള മതം പഠിപ്പിച്ച പണിയല്ല. ഉസ്താദ്മാരോട് പൈസ കൊടുത്ത് നിർത്തുന്ന ഇസ്ലാം പഠിപ്പിക്കാനാണ്. അതുപോലെ ഭംഗിയായി നിറവേറ്റുന്നുണ്ട്. ചെയ്യട്ടെ. അതിന്റെ വാർത്തയൊക്കെ പത്രത്തിൽ കാണലുണ്ട്. ഭംഗിയായിട്ട് ഇസ്ലാം പത്രത്തിൽ അങ്ങനെ പലതും കാണും. അത് നോക്കണ്ട. പിന്നെന്ന് പറഞ്ഞാല് ഏത് മതത്തിലും ഉണ്ടാവും വികലമായി ചിന്തിച്ച് തെറ്റിലേക്ക് പോകാം. ഇസ്ലാമിലും ഉണ്ടാവും. അതുണ്ടാവും. അതായത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇത്രയുള്ളേ. അതായത് ഇസ്ലാമിന് ഈ പറഞ്ഞ പോലത്തെ കൊമ്പൊന്നുമില്ല. അത് നാട്ടിലെമ്പാടും കുറെ മതങ്ങളുണ്ട് അതേപോലത്തെ അത്രേ ഉള്ളൂ. അതല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇസ്ലാമിന് കൊമ്പ് എന്നല്ല, ഇസ്ലാമാണ് ഇപ്പൊ എന്റെ വിശ്വാസപ്രകാരം ഇസ്ലാമാണ് ശരിയായ. എന്റെ വിശ്വാസപ്രകാരം ഇസ്ലാം അത്ര ശരിയല്ല. അത് നിങ്ങളെ വിശ്വാസം. നിങ്ങളെ വിശ്വാസം. നിങ്ങൾക്ക് അതാണ് ശരിയെന്ന് പറയാനും ഞാനൊരു കാര്യം പറയും. മാത്രമാണ് ശരിയെന്ന് പറയാം. നമുക്ക് അവസാനിപ്പിക്കാം. അതാണ് ശരി. അവസാനിപ്പിക്കല്ല. അല്ല, ഇത് വെറുതെ നമ്മളൊരു പോയിന്റിൽ പറയണില്ല. വിശ്വസിക്കുന്നു. ഇസ്ലാം അതാണ് ശരിയെന്ന് വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അത് മറ്റുള്ളവരോട് പറയാനും ഉള്ള അവകാശമുണ്ട്. ഞാനൊരു കാര്യം പറയാം. അതുണ്ട്. ഞാനൊരു കാര്യം ഒരു മിനിറ്റ്. എന്റെ ബോധ്യം അനുസരിച്ച് ഇസ്ലാം അത്ര വലിയ ശരിയൊന്നുമല്ല. അതുകൊണ്ട് എനിക്കത് ശരിയല്ല എന്ന് പറയാനും അത് അതിനെക്കുറിച്ച് വിമർശിക്കാനൊക്കെ ഉള്ള അവകാശം എനിക്കുണ്ട്. നിങ്ങൾ അവകാശം കൊണ്ടുപോകുന്നു, ഞാൻ എന്റെ അവകാശം കൊണ്ടുപോകുന്നു. അത്ര. ഞാൻ ഒരു കാര്യം പറഞ്ഞു. അതിൽ ചെറിയൊരു മാറ്റം തിരിച്ചലുണ്ട്.
അതായത് എനിക്ക് എന്റെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനും ഉം. അതാണ് ശരിയാണെന്ന് വിശ്വസിക്കാനും അത് പറഞ്ഞ് പറയാനും പ്രചരിപ്പിക്കാനും. പറയാനുള്ള അവകാശം എനിക്കുണ്ട്. ഉം. പക്ഷെ ഒരു ഹിന്ദുവിന് ഓന്റെ മതമാണ് ശരി, അതായത് മറ്റുള്ള മതങ്ങൾ ശരിയല്ലാത്തതുകൊണ്ടുള്ള ഓന്റെ മതം ശരിയെന്ന് പഠിച്ചു നിൽക്കുന്നത്. ഉം. അതേപോലെ ഇസ്ലാമാണ് ശരി എന്ന് ഞാൻ പറഞ്ഞ മറ്റുള്ള മതങ്ങളെക്കാട്ടിലും എനിക്ക് ഇസ്ലാമാണ് ശരി എന്നുള്ളത് കൊണ്ടാണ്. ഉം. ഇത് എനിക്ക് പറയാനും പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഉം. നിങ്ങള് ഒരു മതവും ശരിയില്ല, ഉം. ഈ ശാസ്ത്രമാണ് ശരി, അതാണ് ഇപ്പൊ നിങ്ങള് അല്ലെ, അതല്ല നിങ്ങളത്. ഒരു മതവും ശരിയല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കും ഇല്ല. എന്താ അത് ഞാൻ കുഴപ്പം? പറയണ കേക്ക്. അല്ലെ ഇപ്പൊ ഓരോരുത്തരും മതക്കാരുടെ കാര്യം പറയുമ്പോ നിങ്ങള് ഭാഗം പറയുമ്പോ എന്താണ്, ഒരു മതവും ശരിയല്ല, ശാസ്ത്രം വച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു കാര്യമാണ് നിങ്ങളത്. ഉം. അത് നിങ്ങൾ പറഞ്ഞോളി, പ്രചരിപ്പിച്ചോളി. പക്ഷെ ആ. മറ്റു മതങ്ങള്, ഞാൻ ഇസ്ലാം ശരിയാണെന്ന് പറയുമ്പോ എനിക്ക് ഹിന്ദുവിന്റെ കുറ്റം കുറവും പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനിന്റെ എനിക്കുണ്ട്. ബുദ്ധന്റെ പറയാൻ. നിങ്ങൾ എനിക്കുണ്ട്. എന്താ ചെയ്യണത്? ഇസ്ലാം എനിക്ക് പറയേണ്ട ആവശ്യമുണ്ട് കുറച്ച്. നിങ്ങളെ പറയേണ്ട ആവശ്യമില്ല, നിർത്തിക്കളി എന്നാ പറയണത്. അല്ല, അത് നിർത്തൂല. അത് നമ്മളിങ്ങനെ അത് പറഞ്ഞിട്ട് നിർത്തേണ്ടി കാര്യമില്ലല്ലോ. വരും. നിർത്താല് ജനങ്ങൾ നിർത്തിപ്പിക്കും. അത് അധികം ആയിക്കോട്ടെ, വൈകാതെ. ഇൻഷാ അല്ലാ. ഇൻഷാ ജനങ്ങൾ അല്ലാ. നിർത്ത നിർത്തി ഏതായാലും നിങ്ങളെ കാറ്റ് പോകുള്ളല്ലേ. അതിപ്പോ അങ്ങനെ കാറ്റ് തന്നെയല്ലേ, മുഹമ്മദ് നബി കാറ്റ് ആ പോകണം തന്നെയല്ലേ വിമർശിച്ചോളൂ, അതല്ല, അല്ല നിങ്ങൾ ഈ പ്രബോധിപ്പിച്ചോളൂ. കാറ്റ് പോകുകളല്ലേ ഈ കളിഞ്ചെറിയൊക്കെ ഉണ്ടാവുള്ളൂ. അതേന്ന് മുഹമ്മദ് നബി ആ കാറ്റ് പോകണം അത്ര തന്നെയല്ലേ ഉള്ളൂ കളിഞ്ചിരി ആ ഉണ്ടായി. അവസാന മുഹമ്മദ് നബി നിമിഷങ്ങള് ആയാലും നിങ്ങള് മുഹമ്മദ് നബി കുറെ കേട്ടിട്ടില്ലേ? നന്മകൾ അവസാന ചെയ്തിട്ടാണ്. നിമിഷം ഈ ഷിയാക്കള് പറയണത് ആയിഷ ഹഫ്സിയും കൂടെ വിഷം കൊടുത്തുന്ന്. വേറെ എവിടുന്ന വിഷം കഴിച്ചാന്ന് നിങ്ങൾക്ക് പറയണു. വേറെ പണിയൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും ഒക്കെപ്പാടെ കാലിട്ട് മതിലേ. നിങ്ങൾ ഇക്കരെ നിന്ന് അക്കരെ വെച്ചാണ് രണ്ട് ഞാനൊരു തോണിയിലും. അക്കരയും തേടി പോകുന്ന ആളല്ല സുഹൃത്തെ. നിങ്ങൾ രണ്ട് തോണിയിലും കൂടെ നമ്മൾ കാലിട്ട് കാണ്ട് നിങ്ങൾ കണ്ടോണ്ടേ. ഇരിക്കുന്ന കരയിൽ നല്ല ഉറപ്പിച്ചിരിക്കുന്ന ഇങ്ങക്ക് ആളാണ്. ഒരു നന്മ ഇങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഉം. പഠിച്ചോന്റെ ഒരു ലേശൊരു ചിന്ത ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇല്ല, നിങ്ങൾക്ക് ഒട്ടുമില്ല. വേണമെങ്കിൽ ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വന്ന് ഒട്ടുമില്ല ചിന്തയില്ല. ആ ചിന്ത ഒട്ടുമില്ലെങ്കിൽ ഉം. നിങ്ങളെ ശാസ്ത്രം വെച്ച് നടക്കുക എന്തായാലും ഉം. ആയിക്കോളി. ഉം. മുസ്ലിമായി ഇഷ്ടപ്പെട്ട് ജീവിക്കണവരിവിടെ ജീവിക്കണ്ട്. അത് പോലെ നിങ്ങൾക്ക് കുറ്റം സ്വാതന്ത്ര്യമുണ്ട്. കുറവും. അതൊക്കെ നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. നിങ്ങളത് പ്രബോധിപ്പിച്ചോളി, അത് പ്രചരിപ്പിച്ചോളി. നമ്മൾ ഞാൻ അതിനെ പ്രചരിപ്പിക്കും. വിമർശിക്കുകയും ചെയ്യും. നമ്മള് ചെയ്യും, വിശകലനം ചെയ്യും. ഇസ്ലാം ഇപ്പൊ ഓരോ മഹലിലും ഓരോ സ്ഥലത്തും ഓരോ പള്ളിന്റെ കീഴിലും വയലുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്. ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറയാണ്. അല്ലാതെ മറ്റു മതക്കാരെ, ഹിന്ദു മതത്തെ പിന്നെ വിശ്വാസം ഇല്ലാതെ നടക്കുന്ന തെറ്റാണ് നിങ്ങൾ പറയില്ലേ? വിശ്വാസം ഇല്ലാതെ നടക്കുന്നത് തെറ്റാണ്. നിങ്ങൾ പറയും വിശ്വാസിയായിട്ട് എന്താ മുസ്ലിമായി കാര്യം നടക്കുന്ന നിങ്ങളും തെറ്റാണ് ചോദിക്കും. നമുക്കും പറഞ്ഞൂടെ? അല്ല, നിങ്ങൾ പറയും വിശ്വാസിയായിട്ട് എന്താ കാര്യം നിങ്ങളും ചോദിക്കും. അത് നിങ്ങൾ ചോദിച്ചോളി, കുഴപ്പമില്ലാന്ന്. അത് മൊത്തത്തിൽ പെട്ടു. അത് വിശ്വാസി അല്ല എന്ന് പറയുമ്പോ ബാക്കിയുള്ള മതങ്ങളുടെ കാര്യത്തിൽ നമ്മൾ നിങ്ങൾ രണ്ടാളും ഇല്ലല്ല. നിങ്ങൾ ഇസ്ലാമിനെയാണ് കുറ്റം പറയണത്. നിങ്ങൾ ഇസ്ലാമിന് എന്തിനാണ് കുറ്റം? നിങ്ങളോട് ഞാനൊരു സ്വകാര്യം പറയാം. നമ്മൾ യോജിപ്പുള്ള ഒരു കാര്യം പറയാം. ഉം. ഇസ്ലാം അല്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ പണ്ടേ തള്ളിയതാണ്. ആര്? ഞാൻ ഇസ്ലാം ആകെ അല്ലാത്ത പരിഗണിച്ച ഒരു മതം ഇസ്ലാമാണ്. അത് മാത്രമല്ല അള്ളാന്റെ മതം. അള്ളാന്റെ മതം തന്നെ ഉള്ളൂ. പിന്നെ ബാക്കി എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ദൈവത്തിന്റെ മതമാണ് പരിശോധിക്കണുള്ളൂ. മനുഷ്യന്മാരുടെ മതത്തിനെ കുറിച്ച് നമുക്ക് വർത്തമാനം പറയാൻ തന്നെ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇസ്ലാം എടുക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ മതമാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. അല്ല, അങ്ങനെ ഒരു വാദമുണ്ട്, അങ്ങനെ ഒരു അവകാശവാദമുണ്ട്. അപ്പൊ അള്ളാഹു ദൈവമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്? അല്ല, അങ്ങനെ ഒരു അവകാശവാദമുണ്ട്. അപ്പൊ അത് അവകാശവാദമല്ല, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല, ഉറപ്പുണ്ടതല്ല എന്നുള്ളത്. പിന്നെന്തിനാ ഉറപ്പിച്ച് പറയണോലോട് അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കണേ. നിങ്ങൾക്ക് അതിനെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ഈ യേശു ക്രിസ്തുവിനെ പറ്റിയോ അല്ലെങ്കിൽ രാമനെ പറ്റിയോ സീതനെ പറ്റിയോ നിങ്ങൾ പറഞ്ഞല്ലോ. മനുഷ്യന്മാരുണ്ടാക്കിയ മതങ്ങൾ അത് വിടി. അത് മനുഷ്യന്മാരുണ്ടാക്കിയ ഓല് വിശ്വസിക്കുന്നില്ലല്ലോ. ഓല ദൈവം. ഞാൻ മദ്രസ പഠിച്ച ആളാണ്. നിങ്ങൾ ഇതിന്ന് ഒഴിവായതോട് കൂടി നിങ്ങളെ മദ്രസ ഒന്നും ഇപ്പൊ എന്തിനാ ആലോചിക്കണം? അതിന്റെ ഷെൽഫത്തെ ബുക്കൊക്കെ ഞാൻ ഇനി എന്താക്കും? നിങ്ങൾ നല്ല പഠിച്ച കുട്ടിയെ കൊടുത്താളി, അല്ലെ ആർക്കെങ്കിലും കാക്കാർക്കോടെ കൊടുത്താളി. നാട്ടിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഫത്തുൽ മുഈനും ഖുർആൻ പരിഭാഷയൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ ഗിവ് അവേ കൊടുക്കാനുള്ള പരിപാടി ആലോചിക്കും. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ? കുട്ടികൾ എല്ലാരും മതം പഠിക്കട്ടെ, എല്ലാരും ഒരു കാര്യം മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അത്രയും വില കൽപ്പിക്കുന്ന സാധനമാണ്. അത് നിങ്ങളെടുത്ത് അനാവശ്യ രീതിയിൽ നിങ്ങൾ അനാവശ്യം ഖുർആൻ പരിഭാഷ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കുന്നത് എത്ര വലിയ പുലിവാലം. അത് നിങ്ങൾ ഈ കുതിര അതിന് വില കൊടുക്കാത്തവർക്ക് കൊടുക്കരുത്. ഇപ്പൊ നിങ്ങളിപ്പോ ഖുർആൻ പരിഭാഷ കിട്ടിയ ചിലപ്പോ നിങ്ങൾ സാധാരണ ഒരു ബാലരമ എന്തെങ്കിലും കാട്ടണ കാര്യങ്ങളൊക്കെ കാട്ടും. അത് കാട്ടാൻ പറ്റില്ല. ഇതിനെ കുറിച്ചൊന്നും ഒരു കഥയില്ല കേട്ടോ. ഞാനൊക്കെ ഖുർആനും മുസല്ലിം മുസാഫും ഒക്കെ എങ്ങനെ ഇവിടെ വെച്ചിക്കണ എന്റെ ഷെൽഫിൽ നിങ്ങൾക്ക് വല്ല ധാരണയുണ്ട്? അങ്ങനെയുള്ളവര് പിന്നെ എങ്ങനെ പറയില്ലല്ലോ. എന്താ ബുക്കുകൾ നമ്മൾ നല്ല അടുക്കി പെറുക്കി വെക്കണതും അതിന്റെ എഴുതിയിട്ടുള്ള ഉള്ളടക്കത്തെ കുറിച്ച് വിമർശിക്കണതും രണ്ട് കാര്യല്ലേ? അതൊക്കെ പഠിച്ചോ എന്തെങ്കിലും ചെയ്യണം. എന്താ കാര്യം? ആയിക്കോട്ടെ, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ സ്നേഹിച്ച് ആരാധിച്ച് പോയിക്കോളൂ. ഈ പണി നിർത്തണം. നിങ്ങൾ മലപ്പുറത്ത് കൂടെ അതെല്ലാം പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. അല്ല, നിങ്ങൾ മലപ്പുറത്ത് കൂടെ ഒരു സംഭവത്തിന് വരുന്നുണ്ട് പറഞ്ഞു കേട്ടീ. അതെന്താ നടക്കണ്ടോ? ഒന്ന് നേരെ കാണുകയാണ്. 23-ാം തീയതി. നിങ്ങൾ വരണോ?
ഞാൻ നോക്കട്ടെ നിങ്ങളെ സംവാദം. നിങ്ങളെ നേരിട്ട് കണ്ട് വർത്താനം പറയണം. സംവാദം പിന്നെ നേരിട്ടോണ്ട് വർത്താനം പറയാനൊന്നും ഇപ്പൊ അവിടെ സമയം ഉണ്ടാവില്ല. അത് സംവാദമാണ്. നിങ്ങളെ സംവാദം എനിക്ക് നിങ്ങളെ വർത്താനം തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാല് എനിക്ക് അള്ളാഹിനും റസൂലിനും ഇസ്ലാമിനും കുറ്റം പറയാൻ ഇപ്പം നിർത്തണം. അതൊന്നും നിർത്തൂല. നിങ്ങളെ യൂട്യൂബ് ചാനൽ നിങ്ങൾ വേറെ എന്ത് ഇട്ടോളി. നിങ്ങളാ എന്റെ വീഡിയോ കാണുന്ന ആ യന്ത്രണ്ട് ഓഫ് ആയി കളി. അത് ഓഫാക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാ പിന്നെ ഇത് നമ്മളെ കുട്ടികളെ നമ്മളെ നാട്ടിത്തോലെ നമ്മളെ കുട്ടികളും മക്കളൊക്കെ ഈ ഭാവിയിൽ ഇത് യൂസ് ചെയ്യാനുള്ള സംഗതിയാണ്. നിങ്ങൾ ഈ ഇസ്ലാമിനെയും അനാവശ്യം പറഞ്ഞുകൊണ്ടും മറ്റുള്ള ചെയ്തുകൊണ്ടും ആവശ്യമുള്ള മാത്രമേ ആവശ്യമുള്ള അത്രയും മുഴുവൻ പറയാൻ സമയമല്ല. അതുകൊണ്ടാണ് ആവശ്യത്തിനുള്ളതൊക്കെ പറയാം. ഇങ്ങൾക്ക് നിങ്ങളെ ശാസ്ത്രം ദീനക്കും വലിയ ദീന്ന് പറഞ്ഞാൽ നമുക്ക് നിർത്തിയാലോ? നിങ്ങളെ ശാസ്ത്രം പ്രചരിപ്പിച്ചോളി. പക്ഷെ എന്താ വെച്ചാല് മറ്റുള്ളവരെ എതിർക്കാൻ, മറ്റുള്ളവരെ അവഹേളിക്കാൻ പാടില്ല. അങ്ങനെ വിട്ടാ പോരെ? മറ്റുള്ളവരെ അവഹേളിച്ചു അല്ലെങ്കിൽ നിങ്ങൾ വിടുമല്ലോ. നിങ്ങൾ ശാസ്ത്രം മാത്രം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കാനാ ഉദ്ദേശിക്കുന്നത്. അതന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങൾ നേരിക്ക് മുസ്ലിങ്ങൾ വരുന്നത്. എന്റെ നേർക്ക് അങ്ങനെ മുസ്ലിങ്ങളൊന്നും വരുന്നില്ല. നിങ്ങളായിട്ട് ഇനിയിപ്പോ വരാനും നിക്കണ്ട. നമ്മളെ തൊഴിലായിട്ട് പോകും. നിങ്ങൾ തൊഴിലായിട്ട് പോയിക്കോളി. നിന്റെ തൊഴിലല്ല. എനിക്ക് അള്ളാഹും റസൂലിനും പറഞ്ഞാൽ പറ്റൂല. എന്താ എന്താ ചെയ്യാൻ പറ്റാൻ നോക്കാം. അങ്ങനെ ജീവൻ പോണി പോട്ടേക്കണം. ശരി. അല്ലാതെ ഇതിങ്ങനെ ഒരു ടീം ഇങ്ങനെ കുറ്റം പറയും. പ്രത്യേകിച്ച് ഞാൻ പറയും, ഞാൻ നിർത്തുവൊന്നുമില്ല. നിങ്ങൾ അതും വിചാരിച്ചിരിക്കണ്ട. അപ്പൊ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് നിയമപരമായിട്ടൊക്കെ നോക്കുന്നൊക്കെ പറയില്ല. അതൊക്കെ നോക്കിക്കോളൂ. അതൊക്കെ നല്ലതാണ്. അതൊക്കെ നോക്കും. അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞാട്ട് നല്ല എത്രയും പെട്ടെന്ന് മരിച്ചു പോകണമല്ലോ. നിങ്ങളോ? അള്ളാഹിനും റസൂലിനും കുറ്റം പറഞ്ഞ നമുക്ക് കേൾക്കണ്ട. നിങ്ങളെ കാര്യം ഞാൻ പറഞ്ഞത്. നമുക്ക് കേൾക്കണ്ടല്ലോ. പെട്ടെന്ന് പോയാൽ മതിയോ? നിന്നത് നമുക്ക് കേൾക്കണ്ടല്ലോ. ഞാൻ വേണമെങ്കിൽ രാമ്യം പറഞ്ഞുതരാം. അതൊക്കെ പല നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ അള്ളാഹിനും റസൂലിനും കുറ്റം പറയരുത്. അള്ളാഹിനും റസൂലിനും കുറ്റം പറഞ്ഞാൽ ആയുസ് കൊടുക്കാതെ കേട്ടോ. ആമീൻ. ആമീൻ. എന്നാ ശരി.